CPM സ്ഥാനാർത്ഥി മറ്റന്നാളെന്നാണ് സൂചനകൾ. 27 സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരും. 2 യോഗങ്ങളും ചേരുക നിലമ്പൂരിൽ വെച്ചാണ്. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പ്രധാന അജണ്ട. സാനിയോ മനോമി ചേരുന്നു. സാനിയോ, പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ. ഏതായാലും മറ്റന്നാൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? കാരണം UDF ഇന്നോ നാളെയോ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നതിന് തൊട്ടു പിന്നാലെ LDF സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതുന്നത് വിനിത. അതായത് 27-ാം തീയതി, അതായത് മറ്റന്നാൾ CPM-ന്റെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റന്നാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. 2 യോഗങ്ങളും ചേരുന്നത് നിലമ്പൂരിൽ വെച്ചാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് KPCC അധ്യക്ഷൻ പറഞ്ഞതുപോലെ നാളെ തന്നെ ആയിരിക്കും UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മറ്റന്നാൾ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുകയും ഗോദയിൽ ഇറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്. വിവിധ മേഖലാ കമ്മിറ്റികളും അതുപോലെ വിവിധ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നൽകിയതനുസരിച്ച് 30ഓളം സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ളത്. അതിൽ നിന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നാണ് അറിയുന്നത്. ശരി, ഏതായാലും സാനിയോ പറഞ്ഞതുപോലെ മറ്റന്നാൾ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കളം ഒരുങ്ങിക്കഴിഞ്ഞു. UDF LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആരാകുമെന്ന ആകാംക്ഷ ഇപ്പോഴും തുടരുന്നുണ്ട്. ചർച്ചകൾ സജീവമായി തന്നെ മുന്നണികളിൽ നടക്കുന്നു. നമുക്ക്